വീഡിയോ ആണ്. ഫെലനോപ്സിസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഉണങ്ങിയ ഒരു ഓർക്കിഡ്, അതായത് ഇലകളൊക്കെ പോയ ഒരു ഓർക്കിഡിനെ എങ്ങനെ പുതുജീവൻ കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് കണ്ടില്ലേ, ഉണങ്ങിയ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയ ഒരു ഫെലനോപ്സിസ് ഓർക്കിഡാണ്. അത് പിന്നീട് കണ്ടില്ലേ, അതിന് ഞാൻ കെയറൊക്കെ കൊടുത്ത് 2 കിക്കീസ് അതിൽ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റെം ഇതേ രീതിയിൽ ഉണങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ വേരുകളും ഒക്കെ പോയി. പിന്നീട് ഞാൻ മാറ്റി വയ്ക്കുന്ന സമയത്ത് അതിന് വേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ കാണാറുണ്ട് ഫെലനോപ്സിസ് ഓർക്കിഡ് ഇതേ രീതിയിൽ ഇലകളൊക്കെ കൊഴിഞ്ഞ് അതിൻ്റെ സ്റ്റെമൊക്കെ ഒരു ചീയൽ ബാധിച്ചു കഴിഞ്ഞാൽ സാധാരണ റീപോർട്ട് ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. വേരുകളൊക്കെ നശിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ ആ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി വെക്കും. ഷെയ്ഡിൽ തന്നെയാണ് ഞാൻ വെക്കാറുള്ളത്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഷെയ്ഡിൽ വെച്ചിട്ട് തുടക്കം മുതൽ, അപ്പോൾ ആദ്യം ഇതിൻ്റെ വേരുകളും ഒക്കെ പോയതാണ്. ഒരു വേര് പോലും ഇല്ല, ഒരു ഇല പോലും ഇല്ലാതെ ആ 2 കിക്കീസിനിടയ്ക്കുള്ള സ്റ്റെമ്മ് നോക്കിക്കോളൂ. അത് നന്നായിട്ടും ഉണങ്ങി നിൽക്കുക. അപ്പോൾ അത് ആദ്യം ഞാനൊരു പരീക്ഷണം പോലെയാണ് ചെയ്തത്. അങ്ങനെ വേറെ ഒരു ചെടി ഫെലനോപ്സിസ് ഓർക്കിഡ് ഞാൻ ഇതേപോലെ, ഇത് കണ്ടില്ല, ഇതും ഇതേപോലെ ചീയൽ ബാധിച്ചിട്ട് പിന്നീട് ഞാൻ രക്ഷിച്ചെടുത്താണ്. അപ്പോൾ പിന്നീട് വരുന്നത് ഇതുപോലെ 2 കിക്കീസായിട്ടാണ് വരുന്നത്. നല്ല ഹെൽത്തിൻ്റെ, നല്ല വൈറ്റ് കളറാണ് പൂവ്, നല്ല വൈറ്റ് കളറാണ്, കുറേ പൂക്കളുണ്ടായതാണ്. അപ്പോൾ ഇതേപോലെ അതിനും 2 പുതിയ കിക്കീസാണ് വന്നിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് പിന്നീട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് രണ്ടാമതും ഞാൻ മറ്റൊരു ചട്ടിയിലേക്ക് അത് മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയപ്പോൾ ആ സ്റ്റെമ്മിന് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഫംഗിസൈഡ് ഒന്ന് തേച്ച് കൊടുത്തു. എന്നാലും ആ വന്ന നിന്ന ഇലകൾ മൊത്തം കൊഴിഞ്ഞു പോയിട്ട് സ്റ്റെമ്മ് പഴുത്ത നല്ല രീതിയിൽ പോയ ചെടിയായിരുന്നു. വേരുകളും അതിൻ്റെ എല്ലാമൊക്കെ ഉണങ്ങിപ്പോയതാണ്. പിന്നീട് ഞാൻ ചെയ്തത് അത് റിപ്പോർട്ട് ചെയ്യാതെ ആ ചട്ടി തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് ഷെയ്ഡിൽ തന്നെയാണ് വെച്ചത്. ഞാൻ ചെയ്തത് എന്താണ്, നനച്ച് കൊടുക്കുന്നതിന് പകരം ഞാൻ ചെയ്തത് നമ്മുടെ ഗ്രോത്തിനുള്ള NPK, ആ NPK വളരെ ഡൈല്യൂട്ടായിട്ട്, നമ്മൾ സാധാരണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലും വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ആഴ്ചയിലൊന്ന് വെച്ചിട്ട് ഞാൻ ആ NPK സ്പ്രേ ചെയ്ത് കൊടുക്കും. അല്ലാത്ത സമയത്ത് ഞാൻ ഈ തണ്ടെന്ന് പറയുമ്പോൾ നല്ലവണ്ണം വാടി പഴുത്ത് ഉണങ്ങാറായി നിൽക്കുന്ന തണ്ടാണ്, വേരുകളും ഒന്നുമില്ല. അതിൽ ദിവസവും വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കും. ആഴ്ചയിലൊന്ന് വെച്ചിട്ട് ഞാൻ അതിന് NPK നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ പതുക്കെ അതിന് പുതിയ മുകുളം വരാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് ഞാൻ ആ ഡൈല്യൂട്ട് NPKയുടെ അളവ് ഒരു ഗ്രോത്തിനുള്ളതാണ് കൊടുക്കുന്നത്. ലേശം കൂടി അളവ് കൂട്ടിയെന്ന് വെച്ചാൽ നമ്മൾ വലിയ ചെടിക്ക് കൊടുക്കുന്ന അതേ അളവിലല്ല ചെയ്യുന്നത്. ആദ്യം നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ചട്ടിയിൽ നിന്ന് അത് മാറ്റിയില്ല. ആ പോട്ടി മിക്സ് എല്ലാം അതേപോലെ ആ ചട്ടിയിൽ തന്നെ വെച്ചു. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് അതിന് ചെറിയ മുകുളം വരാൻ തുടങ്ങി. ഇപ്പോൾ അതാ 2 ഇല വെച്ചിട്ട് 2 കിക്കീസ് അതിൻ്റെ വേരിൽ നിന്ന് തന്നെ പൊട്ടി വരിക ചെയ്തത്. അപ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ ഫെലനോപ്സിസ് ഇതേ രീതിയിൽ ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി, എന്തെങ്കിലും ഫംഗൽ ബാധ ഉണ്ടായി, ഇലകളൊക്കെ നശിച്ചു, ഒരില പോലും ഇല്ല, അതിൻ്റെ സ്റ്റെമ്മ് ഉണങ്ങുന്ന രീതിയിലായി, വേരുകളും ഒക്കെ ഡെഡായി എന്നുണ്ടെങ്കിൽ അത് വലിച്ചെറിയാതെ ഇരിക്കുക. ഇതേ രീതിയിൽ നമ്മൾ അത് ഷെയ്ഡിൽ തന്നെ വെക്കണം. മറ്റ് ചെടികളുടെ ഇടയ്ക്കൊന്നൊന്ന് മാറ്റി കൊടുക്കുക, പ്രത്യേകം അതിനൊരു കെയർ കൊടുക്കുക. ദിവസവും നമുക്ക് ഇതേ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം, നനച്ചു കൊടുക്കാതിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ദിവസവും നനച്ചു കൊടുക്കാതെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നനച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ തൈകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മുടെ സ്പ്രെയറിൽ നിന്ന് വെള്ളം ഈ ഇലകൾക്കുള്ളിലേക്ക് വീഴാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്പ്രെയർ ഈ വേരിൻ്റെ പുറത്ത് ആ സ്പ്രെയറിൻ്റെ നോബ് വെച്ചിട്ട് അങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെ ഗ്രോത്തിനുള്ള NPKയും 7 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ രക്ഷിച്ചെടുത്ത മറ്റൊരു ഓർക്കിഡ് ഞാൻ നേരത്തെ കാണിച്ചു. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്കതിന് കെയർ കൊടുത്താൽ നമുക്ക് നമ്മുടെ ഡെഡായിട്ടുള്ള ഫെലനോപ്സിസ് ഓർക്കിഡിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും.
താങ്ക് യു.